വെൽക്കം ബാക്ക് ടു മോംസ് വണ്ടർ വേൾഡ്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും നന്ദി പറയുന്നു. മുന്നോട്ടും നിങ്ങൾ എല്ലാ വീഡിയോസും കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. ഇന്നത്തെ ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. അത് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു വെജിറ്റബിൾ കൊണ്ടുള്ള റെസിപ്പിയാണ്. ഏതാണ് ആ വെജിറ്റബിൾ എന്നല്ലേ? ഇതാ കണ്ടോളൂ. അപ്പം നമ്മുടെ താരം മറ്റാരും അല്ല കേട്ടോ, വഴുതനങ്ങയാണേ. കുട്ടികൾക്കും ഹസ്ബൻഡിനും ഒന്നും പൊതുവെ ഇത് ഇഷ്ടമല്ല. എന്നാൽ പിന്നെ ഫുള്ളായിട്ട് ഇതങ്ങ് ഒഴിവാക്കിക്കൂടെ എന്ന് വിചാരിക്കും. എങ്കിലും ഇടയ്ക്കൊക്കെ കാണുമ്പോൾ വാങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങുമ്പോൾ കുട്ടികൾക്ക് മെഴുക്കുവരട്ടിയാക്കി കൊടുത്താലും അവർ കഴിക്കില്ല. അപ്പോൾ അവരെ കൂടെ കഴിക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഐറ്റം കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. വളരെ എളുപ്പമാണ് ഈ ഒരു കറി. പെട്ടെന്ന് തന്നെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാം. വഴുതനങ്ങ വെന്ത് കിട്ടുന്ന ഒരു സമയമുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഒരു കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പമല്ലേ. ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം. അതിനുശേഷം എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അതിനുശേഷം വേണം നമ്മുടെ വഴുതനങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഓയിലൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ വഴുതനങ്ങ ഇട്ട് കൊടുക്കുവാണേ. കട്ട് ചെയ്ത് വെച്ചിരുന്ന വഴുതനങ്ങ മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചേർക്കുന്നത് മുളക് പൊടിയാണ്. എനിക്കിവിടെ കുട്ടികൾക്കൂടെ കൊടുക്കുന്നത് കാരണം ഞാൻ അതനുസരിച്ചിട്ട് കുറച്ചാണ് മുളക് പൊടി ചേർക്കാറ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മുളക് പൊടി ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അതൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നീട് വേണ്ടത് ജീരകത്തിൻ്റെ പൊടിയാണ്. അതും ഒരു 1/4 ടീസ്പൂണോളം ചേർത്താൽ മതി. അതിനുശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം. അതിനുശേഷം വേണം അതിലേക്ക് വെള്ളം ആഡ് ചെയ്യാൻ. നമുക്ക് ഒരു കപ്പോളം വെള്ളം വരെ ആഡ് ചെയ്യാം. കാരണം നന്നായിട്ട് ആ ഒരു വഴുതനങ്ങ വെന്തുടഞ്ഞ് കിട്ടും. ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ വെള്ളം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ 1/2 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം ഒന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സിമ്മിലാക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോഴും സ്ലോ കുക്കിംഗ് ആണ് അതിന് നല്ലത്. അതുകൊണ്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ടിത് വേവിച്ചുടച്ചെടുക്കണം. ആ സ്പൂൺ വെച്ചിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കാം. കുറച്ച് ഗ്രേവി ആയിട്ട് വേണ്ടവർ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് വേണം കേട്ടോ വെക്കാനായിട്ട്. ഇതാ ഈ ഉടച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഈ ഒരു ഫ്രഷ് ക്രീമാണ് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ. അപ്പോൾ ഇത് ചേർത്ത് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാവും. അപ്പോൾ ഏതെങ്കിലും കുട്ടികൾക്കൊക്കെ അല്ലെങ്കിൽ നിങ്ങൾ വലിയവർക്കാണെങ്കിലും മിൽക്ക് പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യാത്തവരാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും അലർജി ഉള്ളവരാണെങ്കിലോ ഇത് ഉപയോഗിക്കരുത്. അതല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ വളരെ അടിപൊളി ഒരു ഓപ്ഷനാണ് കേട്ടോ ഇത്. നല്ലൊരു കറിയാണേ. ഇവിടെ മക്കളൊക്കെ ഭയങ്കര ഇഷ്ടത്തോടു കൂടിയാണ് ഈ ഒരു കറി കഴിക്കാറ്. അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യാൻ തീരുമാനിച്ചതും. ഇതൊരു മീഡിയം സൈസ് 5 വഴുതനങ്ങ എടുത്തിട്ടുള്ള കറിയാണ് കേട്ടോ. ആ വഴുതനങ്ങ മാത്രമേ ഇതിൽ ചേരുന്നുള്ളൂ. സവാളയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. ഇനി ഞാനിത് ചപ്പാത്തിയും കൂട്ടി കഴിക്കാൻ പോകും. ഒരു തവണയെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.